മായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മീറ്റിംഗിൽ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പങ്കെടുക്കുന്ന എല്ലാവരെയും, നേതൃത്വം വഹിക്കുന്ന പ്രിയ ബീന അജയ് സിസ്റ്ററിനെയും കുടുംബത്തെയും, ഈ ക്ലാസ്സിൽ ഇന്ന് ഈ നിമിഷം വരെ 22 ഡിവൈസ് ഉണ്ട്. നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മുഖത്തുമർത്തിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ദൈവസ്ഥലായിരിക്കാം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 17 വാക്യങ്ങളാണ്. ഈ 17 വാക്യങ്ങൾ 2 ഭാഗങ്ങളായിട്ട് വിഭജിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 1 മുതൽ 8 വരെയുള്ള ആദ്യ ഭാഗം. ഈ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം മൊത്തം മുദ്രയിടപ്പെട്ട വിശുദ്ധന്മാരുടെ വിവരണങ്ങളാണ്. മുദ്രയിടപ്പെട്ട വിശുദ്ധന്മാരെന്നും പറയാം. അവർ കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായവരാണ്. അപ്പോൾ അതില് 2 വിഭാഗമാണ്. 1 മുതൽ 8 വരെ മുദ്രയിടപ്പെട്ട ഈ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് മുദ്രയിടപ്പെട്ടവർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ. ഒരു കാര്യം ഓർക്കണം, ഇതെല്ലാം സഭയുടെ ഉൾപ്രാവണത്തിന് ശേഷമുള്ള രക്തസാക്ഷികളായവരുടെ കാര്യമാണ്. പറയുമ്പോൾ ശ്രദ്ധിക്കണമേ. ആമേ. ദൈവസഭ സമയത്ത് ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല. വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാകുന്ന നാം കർത്താവിനോട് കൂടെ എടുക്കപ്പെടും. അതിനുശേഷം ഈ ഭൂമിയിൽ നടക്കുന്ന ഒരു ശുദ്ധീകരണ വീണ്ടെടുപ്പിന്റെ ഒരു പ്രത്യേകതയോ ഒരു പ്രവണതയുണ്ട്. അതിൽ 2 വിഭാഗമാണ്, 2 കാറ്റഗറീസ്. ഒന്ന്, യഹൂദന്മാരിൽ നിന്ന് 144,000 ജനം, അത് 12 ഗോത്രങ്ങളിൽ നിന്ന് രക്തസാക്ഷികളായി കർത്താവിന്റെ നാമനിമിത്തം യേശുവിനെ വിശ്വസിച്ച്, യേശുവിനെ അംഗീകരിച്ച് രക്തസാക്ഷികളാകുന്നവരെ മുദ്രയേൽക്കുന്ന ഒരനുഭവം. അതാണ് 1 മുതൽ 8 വരെ നമ്മൾ പഠിച്ചു. വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിലേക്ക് ഞാൻ ഇന്ന് പോകുന്നില്ല, നമ്മുടെ സമയം അനുവദിക്കത്തില്ല. 2ാമത്തെ ഭാഗം, മുദ്രയേൽക്കുന്ന 2ാമത്തെ വിഭാഗം, സീൽഡ് പീപ്പിൾ, സീൽഡ് സെയിൻസ് എന്ന് വേണമെങ്കിൽ പറയാം. മുദ്രയിടപ്പെട്ട വിശുദ്ധന്മാർ. അതിൽ 1ാം ഭാഗം യഹൂദ ഗോത്രങ്ങളിൽ നിന്നുള്ള 12 ഗോത്രങ്ങളിൽ നിന്നുള്ള 144,000 പേര്. 2ാമത്തെ വിഭാഗം മുദ്രയിടപ്പെട്ട വിശുദ്ധന്മാർ 9 മുതൽ 17 വരെ. ഓക്കെ. ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നതിന് മുമ്പ് കുറച്ച് റഫറൻസ് ഞാൻ പറയുകയാണ്. എല്ലാം ഒന്നും വായിക്കാനുള്ള സമയമില്ല. 9 മുതൽ 17 വരെയുള്ള കാലഘട്ടത്തിലെ വാക്യങ്ങളില് മഹാപീഡനകാല വിശുദ്ധന്മാരാണ്. മഹാപീഡനകാലത്ത് സാർവലൗകികമായ വിശുദ്ധന്മാർ. ആദ്യം പറഞ്ഞ യഹൂദന്മാരുടെ ഇടയിൽ നിന്നുള്ള വീണ്ടെടുക്കപ്പെട്ടവർ. 2ാമത്തത് ലോകവ്യാപകമായ സാർവലൗകിക വീണ്ടെടുപ്പിന്റെ വിഷയമാണ്. അതിൽ നിന്ന് കർത്താവിന് വേണ്ടി ഭാഷകളിൽ നിന്നും ജാതികളിൽ നിന്നും വംശത്തിൽ നിന്നും രക്തസാക്ഷികളായി ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെടുന്ന വിശുദ്ധന്മാർ. അപ്പോൾ അതിനെ മഹാപീഡനകാല വിശുദ്ധന്മാർ എന്ന് നമുക്ക് 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളെ നാമകരണം ചെയ്യാം. നിങ്ങളൊന്ന് ഹെഡിങ് ആയിട്ട് എഴുതിക്കോണം. മഹാപീഡനകാല വിശുദ്ധന്മാർ. അഥവാ ഇംഗ്ലീഷിൽ ഇപ്രകാരം കാണുന്നു: ദ ട്രയംഫ് ഓഫ് ദ മാർട്ടിയേഴ്സ്. TRIUMPH. ദി ട്രയംഫ് ഓഫ് ദി മാർട്ടിയേഴ്സ്. MARTYRS. The triumph of the martyrs. ജയിച്ചവരുടെ, രക്തസാക്ഷികളായവരുടെ ജയത്തെ കുറിച്ചുള്ളതാണ്. അവർ മുദ്രയിടപ്പെട്ട വിശുദ്ധന്മാരാണ്. 2ാം കാറ്റഗറി. ഓക്കെ. ഞാൻ ഇനി റെഫറൻസ് പറഞ്ഞിട്ട് വേദവാക്യങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേദവാക്യങ്ങൾ ചിലത് നമ്മൾ വായിക്കും. എല്ലാം വായിക്കാൻ സമയം അനുവദിക്കത്തില്ല, അതുകൊണ്ട് നോട്ട് ചെയ്യുക. 6-ാം അധ്യായം 8 മുതൽ 11 വരെ. വെളിപ്പാട് പുസ്തകമാണ്. 6-ാം അധ്യായം 8 മുതൽ 11 വരെ. ഇത് ബ്രാക്കറ്റ് ഇട്ടോണം. 9 മുതൽ 17 വാക്യങ്ങളുടെ റെഫറൻസ് ആണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 8 മുതൽ 11 വരെ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 6, 8 to 11. 2ാമത് 13:7. കൂടാതെ 13 തന്നെ 15 മുതൽ 18 വരെ. ചാപ്റ്റർ 13, 15 to 18. എഴുതിയോ? അടുത്തത് 15-ാം അധ്യായം വെളിപ്പാട് 15-2 മുതൽ 4 വരെ.
അടുത്തത് 17-ാം അധ്യായം 6-ാം വാക്യം. 20-ാം അധ്യായം 4-ാം വാക്യം. അതൊന്ന് റൗണ്ട് ചെയ്താണ്. 20-ന്റെ 4 നമ്മൾ വായിക്കേണ്ട വേദഭാഗമാണ്. വെളിപ്പാട് 20-ന്റെ 4. പിന്നീട് നമ്മൾ പെട്ടെന്ന് ദാനിയേലിലേക്ക് പോകുന്നു. ദാനിയേൽ 7-ാം അധ്യായം 21 മുതൽ 27 വരെ. ദാനിയേൽ 7-ന്റെ 21 മുതൽ 27 വരെ. ദാനിയേൽ 8-ന്റെ 24. ദാനിയേൽ 9-ന്റെ 27. ദാനിയേൽ 9-ന്റെ 27, 9:27. ദാനിയേൽ 12-ന്റെ 7. ദാനിയേൽ 12-ന്റെ 7. ഇനി മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 9-22. മാത്യു 24, 9 and 22. ഇത്രയും വേദവാക്യങ്ങൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഈ റെഫറൻസ് എഴുതിയാൽ പോരാ, അത് വായിക്കണം. ഇന്ന് രാത്രിയിൽ തന്നെ വായിക്കുന്നത് നല്ലതായിരിക്കും. അതിനകത്തുള്ള ചില കാര്യങ്ങളൂടെ ഈ വേദഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നോട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മഹാപീഡനകാല വിശുദ്ധന്മാരാണ് 9-ാമത്തെ വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെ. നമ്മൾ ഈ 2 വാക്യം വെച്ച് ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഇവരെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇതിന്റെ ഒരു സാരാംശമാണ് 9-ാം വാക്യത്തിൽ. ഒന്ന് വായിച്ചാട്ടെ. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ പുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിന് മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഓക്കെ, ഇത് ഈ വാക്യങ്ങളുടെ എല്ലാം കൂടെ ഒരു സെൻട്രൽ പോയിന്റ് ആണ് ഈ 9-ാമത്തെ വാക്യം. 9 മുതൽ 17 വരെയുള്ള 2-ാമത്തെ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ, രക്തസാക്ഷികളായി കർത്താവിന് വേണ്ടി വേർതിരിയപ്പെട്ട വിശുദ്ധന്മാരുടെ ഒരു രൂപരേഖയാണ്. അവരാരാണ് ഒക്കെ നമുക്ക് നോക്കാം. എന്നാലും ഇതൊരു എവിടെ നിന്നൊക്കെയാ വന്നത്? സകല ജാതികൾ. നിങ്ങൾ നോട്ട് ചെയ്യണം. ആദ്യത്തെ വിഭാഗത്തിൽ യഹൂദന്മാർ മാത്രമാണ്, അല്ലേ? അല്ല, ഇവിടെ വരുമ്പോൾ സകല ജാതികളിൽ നിന്നും. രണ്ടാമത് ഗോത്രങ്ങളിൽ നിന്നും. മൂന്നാമത് വംശങ്ങളിൽ നിന്നും. നാലാമത് ഭാഷകളിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇത് സാർവലൗകിക വീണ്ടെടുക്കപ്പെട്ട ജനക്കൂട്ടത്തെ കാണിക്കുന്നു. ഇതിനകത്ത് ഒരു ഭേദഭാവവുമില്ല. ഇത് യഹൂദന്മാരെ അല്ല പറയുന്നു. പ്രത്യേകം ഓർക്കണം, സഭയുടെ ഉൾപ്രാവണ ശേഷം ഭൂമിയിൽ ശേഷിക്കുന്ന ജനത്തിന്റെ ഇടയിൽ നിന്ന് ലോകത്തിന്റെ സകല ജാതികളിൽ നിന്നും, രാഷ്ട്രങ്ങളിൽ നിന്നും, ഗോത്രങ്ങളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും ഉള്ളതായ, അടുത്തത് അവരുടെ സംഖ്യ നോക്കേ, ആർക്കും എണ്ണിക്കൂടാത്ത പുരുഷാരം. ദ അൺനമ്പേർഡ് മൾട്ടിറ്റ്യൂഡ്. ദ അൺനമ്പേർഡ് മൾട്ടിറ്റ്യൂഡ്. എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം. എത്ര പേരുണ്ട്? ആദ്യത്തെ 1 മുതൽ 8 വരെ ഉള്ളതിനകത്ത് എത്ര? 1,44,000. അത് നമ്പേർഡ് ആണ്, എണ്ണപ്പെട്ടതാണ്. അത് യഹൂദന്മാരിൽ 12 ഗോത്രങ്ങൾ എന്നുള്ള വിശുദ്ധന്മാർ, രക്തസാക്ഷികളാകുന്ന സെയിൻസ്, വിശുദ്ധന്മാർ. എന്നാൽ ഈ 2-ാമത്തെ ഭാഗത്ത് വരുമ്പോൾ യഹൂദേതര എന്ന് പറഞ്ഞാൽ അനിസ്രേല്യ, അങ്ങനെയൊക്കെ പറയാം. യഹൂദേതര പുരുഷാരം, യഹൂദന്മാരല്ലാത്ത പുരുഷാരം, അനിസ്രേല്യ ഗണം. ഇസ്രയേൽ കൂടാതെ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും, റഷ്യയും കാണും, അമേരിക്കയും കാണും, യൂറോപ്പും കാണും, മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും, ലോകരാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്നും, സകല പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്ന് വേണ്ട സകല രാജ്യങ്ങളിൽ നിന്നും എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം. ആ സംഖ്യയെ എണ്ണാൻ പറ്റത്തില്ല. ദ അൺനമ്പേർഡ് മൾട്ടിറ്റ്യൂഡ്. അസംഖ്യഗണം.
അവരെ എണ്ണുവാൻ കഴിയുകയില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഭാഗത്ത്. പിന്നെ അവരുടെ കയ്യിൽ വെള്ള നിലയങ്കിയും കയ്യിൽ കുരുത്തോലയും. വെള്ള നിലയങ്കി എന്താ കാണിക്കുന്നത്? നിങ്ങൾ നോട്ട് ചെയ്യണേ. വെള്ള നിലയങ്കി എന്ന് പറയുമ്പോൾ വിശുദ്ധിയെ കാണിക്കും. അവർ വിശുദ്ധന്മാരാണ്. ശ്രദ്ധിച്ചോണം. കുരുത്തോല കാണിക്കുന്നത് ജയത്തെ കാണിക്കുന്നു. അവർ ജയിച്ചു വന്നവരാണ്. കുരുത്തോല പിടിക്കുന്ന ആരാ? ജയിക്കുന്നവരാണ്. അപ്പോൾ വെള്ള നിലയെങ്കി വിശുദ്ധരാണ് എന്നുള്ളതിന് തെളിവാണ്. വിശുദ്ധിയെ കാണിക്കുന്നു. രണ്ടാമത് കുരുത്തോല ജയിച്ചവർ, ജയത്തെ കാണിക്കും. ട്രയംഫ് പീപ്പിൾ. പത്താമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. രക്ഷ സോറി, എന്നുള്ളത് വായിച്ചു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്നവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. മതി മതി മതി. ഈ 9-ാം വാക്യത്തിലെ അവസാന ഭാഗം കൂടെ നമ്മൾ ചിന്തിക്കണം. ഇവരെവിടുന്നാ വരുന്നതെന്ന്? ഇവരെ ആദ്യത്തെ വിഭാഗത്തിലുള്ളവർ യഹൂദന്മാരിൽ നിന്നാണല്ലോ. അത് ഭൂമിയിലുള്ള രക്തസാക്ഷികളാവുന്നത്. ഭൂമിയിലെ സംഭവമാണ് ആദ്യ കാര്യങ്ങൾ. ഇത് രക്തസാക്ഷികളായ ശേഷം സ്വർഗത്തിൽ, ആ വാക്യം നോക്കണേ, വെള്ള നിലയങ്കി ധരിച്ചും കയ്യിൽ കുരുത്തോലയുമായി എവിടെയാണ് അവർ നിൽക്കുന്നത്? സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത്. അപ്പോൾ ഈ ദൃശ്യം സ്വർഗീയമാണ്, സ്വർഗത്തിലെ ദൃശ്യം. അത് ഇവിടെ ഓർത്തിട്ട് നമ്മൾ 10-ാം വാക്യത്തിലേക്ക് വരാം. 9-ാം വാക്യത്തിൽ 8 വരെ പറയുന്നത് ഭൂമിയിലുള്ള 12 ഗോത്രങ്ങളിൽ നിന്നുള്ള യഹൂദന്മാരായ ആൾക്കാരുടെ വർണ്ണനയായിരുന്നെങ്കിൽ 9-ാം വാക്യം മുതൽ നമ്മൾ കാണുന്നത് സിംഹാസനത്തിനും ദൈവസിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുമ്പോൾ തന്നെ അവർ വെള്ള നിലയങ്കി ധരിച്ചിട്ടുണ്ട്. രണ്ടാമത് കയ്യിൽ കുരുത്തോലയും. ലോകത്തിന്റെ സകല ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും. എന്തുകൊണ്ടാണ് സുവിശേഷം എല്ലാവരോടും അറിയിക്കണം എന്നുള്ളതിന്റെ ആവശ്യകത? ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ 2 വേദവാക്യങ്ങൾ മുമ്പാകെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നു. അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിനു മുമ്പ് വലിയ മഹാകൽപ്പന, ദ ഗ്രേറ്റ് കമ്മീഷൻ, വലിയ മഹാനിയോഗം എവിടെയാണ് കാണുന്നത്? മഹാനിയോഗം ബൈബിളിൽ എവിടെയാ ദ ഗ്രേറ്റ് കമ്മീഷൻ കാണുന്നത്? പറഞ്ഞാട്ടെ, ഏത് റെഫറൻസ് ആണ്? ഹലോ, ഒന്ന് പ്രതികരിച്ചാട്ട്. മഹാനിയോഗം എവിടെയാ കാണുന്നേ? ദ ഗ്രേറ്റ് കമ്മീഷൻ. ഒരു ക്ലൂ ഞാൻ തരാം. പുതിയ നിയമത്തിലാണ്. ഇനിയും അടുത്ത പറഞ്ഞ നിങ്ങൾ പറയും. കേട്ടില്ല. അല്ല അല്ല. മാത്യു. യെസ്, ഒരു ഭാഗം ശരിയായി. മത്തായി. ഏത് അധ്യായം, ഏത് വാക്യം? അപ്പൊ നമ്മളിപ്പം വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് വെച്ചാൽ നമ്മൾ 10-ാം ക്ലാസ്സിൽ നിന്ന് ഇപ്പൊ 1-ാം ക്ലാസ്സിൽ വന്നു. സുവിശേഷത്തെ കുറിച്ച് പറയുന്ന കാര്യമാണ്. 28-ാം അധ്യായം 19-20 ആണ് മഹാനിയോഗം. ഒന്ന് ബ്രാക്കറ്റ് സൈഡിലൊന്ന് നോട്ട് ചെയ്തായിരുന്നു. ദ ഗ്രേറ്റ് കമ്മീഷൻ, കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത മഹാനിയോഗം, ദ ഗ്രേറ്റ് കമ്മീഷൻ. മാത്യു 28:19 and 20. അതെടുത്തെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. 20-ാമത്തെ വാക്യമാണ് നമുക്ക് വേണ്ടുന്നത്. എന്നാലും 19 കൂടെ ചേർത്ത് വായിച്ചാട്ടെ. നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. മതി. ആരെയാ ശിഷ്യരാക്കേണ്ടത്? അയ്യോ, മർത്തമക്കാരെ അല്ലല്ല, സിസ്റ്ററെ, കത്തോലിക്കരെ അല്ല, CSAക്കാരെ അല്ല, പെന്തക്കോസുകാരെ, അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? സകല ജാതികളെയും. ഇന്ന് ആ ഒരു കാഴ്ചപ്പാട് ആൾക്കാർക്കൊന്നും ഇല്ല. സമുദായക്കാരുടെ ഇടയിൽ ഓടി കറങ്ങി അടിച്ച് നടക്കുക, ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഓടി നടക്കുക. 10 പൈസ കിട്ടുമല്ലോ. ജാതികളുടെ പോയാൽ അടിയും ഇടിയും നിന്നയും പരിഹാസമൊക്കെ.
ജാതികളുടെ ഇടയിൽ, സകല ജാതികളുടെ ഇടയിൽ പോയി സുവിശേഷം അറിയിക്കണം. എന്തിനാ സകല ജാതികളുടെ ഇടയിൽ പോയി സുവിശേഷം അറിയിക്കുന്നത്? കർത്താവിന്റെ രക്ഷിത ഗണത്തിൽ, ശ്രദ്ധിക്കണേ, കർത്താവിന്റെ രക്ഷിത ഗണത്തിൽ, കർത്താവ് രക്ഷിക്കുന്ന ആ വിശുദ്ധന്മാരുടെ നിരയിൽ ഭൂമിയിലെ സകല ജാതികൾ, വെളിപ്പാട് 7:9, സകല ജാതികളിൽ നിന്നും, സകല ഭാഷകളിൽ നിന്നും, സകല ഗോത്രങ്ങളിൽ നിന്നും, സകല വംശത്തിൽ നിന്നും ജനം കടന്നു വരണം. കടന്നു വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സകല ജാതികളോടും പോയി യേശുവിന്റെ രക്ഷയുടെ സന്ദേശം അറിയിക്കണം, സുവിശേഷം അറിയിക്കണം. ഒരു വാക്യം കൂടെ വായിക്കാം, മർക്കോസ് 16:15. ഇത് രണ്ടുമാണ് ഈ സകല ജാതികളും വരാനുള്ള കാരണം. മർക്കോസ്, മാർക്ക് 16:15 വായിച്ചാൽ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ അല്ല, രക്ഷിക്കപ്പെടും. 15 സിസ്റ്റർ 16 വായിച്ചു. പിന്നെ അവർ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. മതി 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 മതി. ആരോടാ സുവിശേഷം അറിയിക്കേണ്ടത്? എവിടെ പോണം? സൃഷ്ടികളോട്, ഭൂലോകത്തിൽ. വേറോടെ മാത്രം ഇരുന്നാൽ പോരാ, പത്തനാപുരത്ത് മാത്രം ഇരുന്നാൽ പോരാ, കോഴഞ്ചേരി മാത്രം ഇരുന്നാൽ പോരാ, കുമ്പനാട് മാത്രം ഇരുന്നാൽ പോരാ, വയനാട് മാത്രം, എൽസമാമെ വയനാട് മാത്രം ഇരുന്നാൽ പോരാ. ആ ദേവദാസിമാർ എനിക്ക് അറിയാവുന്നതൊക്കെ സ്ഥലമാ പറയുന്നത്. കാശ്മീരിൽ മാത്രം പോരാ, ഭൂലോകമെങ്ങും പോകണം. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോണം. കാണ്ട ഒരാൾ ചാരി ഇരിക്കുന്നു, ദേവാസനെ നേരെ നിരുന്നേ, എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് പറയാം, ഞാൻ തേവലക്കരയെന്ന്. ഇത് വെളിപ്പാട് മുതൽ പഠിക്കുമ്പോ ഇങ്ങനെ ചാരിയാൽ പിന്നെ ഞാൻ പാട്ട് പാടേണ്ടി വരും. ചാരി കർത്തനിൽ ഞാൻ കരുതി അവൻ എന്നെ. ഒന്ന് റെഡിയായിട്ടിരുന്നേ. ആമേൻ, ആമേൻ. അപ്പം ഭൂലോകമെങ്ങും പോയി ആരോടാ സുവിശേഷം അറിയിക്കേണ്ടി? സകല സൃഷ്ടികളോടും. ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ ടു ഓൾ ക്രിയേഷൻസ്. സകല ജാതികളോടും. നമ്മുടെ ആൾക്കാരുടെ ഇന്നും 2.25%, 3%, 5% എന്ന് പറഞ്ഞ കാര്യം എന്തുവാ? കേരളത്തിൽ എത്രയാണെന്ന് അറിയാമല്ലോ? 18%. മറ്റേ 2 വിഭാഗം 60%, 25% ഒക്കെ ഉണ്ട്. നമ്മൾ താഴോട്ട് പോവുക, സുവിശേഷം അറിയിക്കുന്നില്ല. ബാക്കി എല്ലാം ചെയ്യുന്നുണ്ട്. ഇച്ചിരി പാടാ സുവിശേഷം അറിയിക്കണം. അതും ജാതികളിടയിൽ പോയി സുവിശേഷം അറിയിക്കും. പാടാന്നോ? അത് വേല ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അൺമ്യൂട്ട് ചെയ്തൊന്ന് പറയണം. ജാതികളിടയിൽ സുവിശേഷം അറിയിക്കുന്നത്. ഞാൻ കത്തോലിക്കക്കാരുടെയും മലങ്കര കത്തോലിക്കയും റോമൻ കാത്തലിക്കിന്റെയും മർത്തോമ ഓർത്തഡോക്സ്, CSI, സാൽവേഷൻ ആർമിക്കാരുടെ പോകുന്ന കാര്യമല്ല പറഞ്ഞത്. ജാതികളുടെ പോകുന്ന സുവിശേഷം അറിയിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. ഇല്ലെങ്കിൽ പോകാനുള്ള ആഹ്വാനവും കൂടെയാണ്. സകല ജാതികളോടും പോയി രക്ഷയുടെ സന്ദേശം അറിയിച്ചേ പറ്റും. ആ ദൗത്യമാ, ആ മിഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനുള്ള എനർജി കിട്ടുന്ന സ്ഥലമാണ് നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും സൂം മീറ്റിങ്ങും ബൈബിൾ സ്റ്റഡിയും ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ രാവിലെയും രാത്രിയിലും നടക്കുന്ന പ്രാർത്ഥനകൾ. ഇത് കേട്ട് 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 തലച്ചോറിനകത്ത് ദൂതെല്ലാം കേട്ട് 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 തലച്ചോറിനകത്ത് ഇങ്ങനെ കരുതി വെച്ചിട്ട് ഒരു 80% പേരും ഹൃദയത്തിൽ സംഗ്രഹിക്കത്തില്ല. അത് നമുക്കറിയാം. മറിയമാര് കുറവാ. എന്നാലും തലയെ കേട്ട് 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 തല ചെവിന്ന് കേട്ട് കേട്ട് തലച്ചോറ്. പിന്നെ അടുത്ത ദൂത്. ഈ ദൂതെല്ലാം കേട്ട് കേട്ട് നിന്റെ തലയെ മരവിപ്പിച്ച് നീ ഇങ്ങനെ ഇരിക്കുന്നതല്ലാതെ ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ. ദൈവാത്മാവ് എന്ന് പറയുകയാ. ഇതൊരു പ്രവചന ദൂത. കുറിച്ചിട്ടോ മെയ് മാസം 6-ാം തീയതി. ദൈവം പറഞ്ഞു, പോയി സകല ജാതികളോടും, അടിയുണ്ടോ വെടിയുണ്ടോ ഇടിയുണ്ടോ അതൊന്നും പേടിക്കണ്ട, സകല ജാതികളോടും പോയി സുവിശേഷം അറിയിക്കണം. വീരന്മാർക്ക് വിശുദ്ധന്മാർക്ക് മരണം ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് 5-6 പ്രാവശ്യം മരിക്കാതെ ഒറ്റ പ്രാവശ്യം മരിക്കാവൂ. എന്ന് വെച്ചാൽ പേടിത്തുണ്ടന്മാർ 1000 പ്രാവശ്യം, ഭീരുക്കൾ 1000 പ്രാവശ്യം മരിക്കുമെന്നേ. വീരന്മാർ ധൈര്യശാലികൾ ഒന്നേ മരിക്കത്തുള്ളൂ. ആമേൻ, 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 ഹല്ലേലൂയ. ധൈര്യത്തോടെ കർത്താവിനെ സാക്ഷിക്കാൻ എവിടെ അവസരം കിട്ടിയാലും കർത്താവിനെ സാക്ഷിക്കണം. അത് ജാതി മത വർണ്ണ വർഗ വ്യത്യാസമന്യേ, പണ്ഡിത പാമര, ഏതു കുലത്തിൽപ്പെട്ടവനായാലും പോയി യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ രക്ഷിക്കുന്നു, യേശു വീണ്ടും വരാറാ എന്ന് പറയണം. ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് 2 മണി ആഹാരം കഴിച്ച് 3 മണി തൊട്ട് 5 മണി വരെ ഒരു അല്പനേരം വിശ്രമിച്ച സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ഉണർന്നത്. ആ സ്വപ്നത്തിൽ ഞാൻ കാണുന്നത് കർത്താവിന്റെ വരവായിരുന്നു. അപ്പം ഒരു ആൾക്കാര് പാടുകയാണ്, ഒരു വിശുദ്ധ ഗണം, യേശു വരുന്നേ, പൊന്നേശു വരുന്നേ,
വരവിനായിത്തൻ. ആ പാട്ട് പാടി കേൾപ്പിക്കുക. ഞാനും ചേർന്ന് പാടുകയാണ്. ഞാൻ കുഞ്ഞുങ്ങളോടും പറയുക, ഞാൻ എല്ലാവരോടും പറയുക, യേശു വരുന്നേ. ആ ദർശനം ഇങ്ങോട്ട് കണ്ടപ്പോൾ ദൈവാത്മാവെന്നെ കാണിച്ച്, ഈ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3-നും 4:30-ക്കും ഇടയ്ക്കുള്ള കാര്യമാണ്. ആമേ, യേശു വരുന്നു. ഈ വെളിപ്പാട് പുസ്തകം എന്തിനാ പഠിപ്പിക്കുന്നത്? ഈ ഭൂമി മണ്ണാങ്കട്ട ഇവിടുന്ന് അമേരിക്കയിലും കാനഡയും ഉഗാണ്ടയിലെയും നന്മയ്ക്ക് വേണ്ടി അല്ലെന്നേ. സ്വർഗത്തിൽ പോകാനുള്ള ക്ലാസ്സാ ഇത്. ഇതെല്ലാവർക്കും പിടിക്കത്തില്ലെന്നേ. ആമേ, യേശു വരുന്നു. പൊന്നെ, യേശു വരുന്നു. അവന്റെ വരവിനായി നീ ഒരുങ്ങിക്കോണമെന്ന്. യെസ്, ഒരുക്കത്തിനുള്ള ക്ലാസ് ആണ്. അതുകൊണ്ട് ദീർഘം കൂടാതെ പതുക്കെ പതുക്കെ നമ്മൾ പോകുന്നത്. ദൈവാത്മാവ് ഭക്തന്മാരെ കാണിച്ചുകൊണ്ടിരിക്കുക. ലോക സംഭവങ്ങൾ ഈ ഭാഗത്തുണ്ട്. ആമേ, ഞാനത് പിന്നെ അടുത്ത ഭാഗത്ത് വരുമ്പം പറയാം. 7-ാം അധ്യായത്തിൽ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞത്, അവരെ എണ്ണുവാൻ കഴിയത്തില്ല. എന്തുകൊണ്ട് എണ്ണാൻ കഴിയാത്തത്? മഹാപുരുഷാരമാ. എവിടെ നിന്നാ വരുന്നത്? പെന്തക്കോസ്തുകാരെ, ക്രിസ്ത്യാനികളുടെ നിന്ന് മാത്രമല്ലെന്ന്. അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇറാനിൽ നിന്ന് വലിയൊരു കൂട്ടം കാണും. ഏതാ സൂചിച്ചാട്ടൻ? ഇറാഖിൽ നിന്ന് വലിയൊരു കൂട്ടം കാണും. കുവൈറ്റിൽ നിന്ന് വലിയൊരു കൂട്ടം കാണും. പാകിസ്ഥാനിൽ നിന്ന് വലിയൊരു കൂട്ടം കാണും. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരു കൂട്ടം കാണും. നേപ്പാളിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും കാണും. ഇന്തോനേഷ്യയിൽ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രം ഇന്തോനേഷ്യ, അവിടുന്ന് കാണും. യൂറോപ്പിൽ നിന്ന് കാണും. ആഫ്രിക്കയിൽ നിന്ന് വലിയൊരു കൂട്ടം കാണും. നീയും കാണുമോ, ഞാനും കാണുമോ? ഹല്ലേലൂയ. യെസ്, എന്താ പറയുന്നത്? അവർ വെള്ള അങ്കി ധരിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ നിൽക്കുന്നു. കുഞ്ഞാടാരാ? യേശു ക്രിസ്തു. ദൈവസിംഹാസനത്തിന് മുമ്പാകെ. അപ്പോൾ ഈ ദൃശ്യം, ഈ വെളിപ്പാട് സ്വർഗത്തിൽ അവർ ഇവിടെ നിന്ന് കർത്താവിന് വേണ്ടി ജീവിച്ച് സാക്ഷ്യം പറഞ്ഞ് പീഡനമേറ്റ് രക്തസാക്ഷിത്വം വഹിച്ച് സ്വർഗത്തിലെത്തുമ്പോഴുള്ള കാഴ്ചയാണ് ഈ 9 മുതലുള്ള വാക്യങ്ങൾ കാണും. മനസ്സിലായോ? പിടികിട്ടിയോ? അതിനു മുമ്പ് എന്തുണ്ടായിരിക്കും? സഭയുടെ, ദൈവമക്കളുടെ ഉൽപ്രാപണം ഉണ്ടായിരിക്കും. ആമേൻ. അതിനുശേഷം ഉണ്ടാകുന്ന മഹാപീഡന കാലത്ത് രക്തസാക്ഷികളാകുന്നവരുടെ സ്വർഗീയ ജയത്തിന്റെ വരവേൽപ്പും എഴുന്നള്ളത്തും അവർ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചയാണ് ഇവിടെ കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 9-ഉം 10-ഉം വാക്യങ്ങൾ, ദ അൺനമ്പേർഡ് മൾട്ടിറ്റ്യൂഡ്, അസംഖ്യ ജനം. ഓക്കെ, ഇനി നമ്മൾ 11-ഉം 12-ഉം ഇവരെന്തുവാ ചെയ്യുന്നത്? വേഴ്സസ് 11 and 12 വായിക്കുന്നതിന് മുമ്പ് എഴുതുക. They are worshiping God. അവർ ദൈവത്തെ ആരാധിക്കുന്നു. വായിച്ചാൽ 11-ഉം 12-ഉം. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുൻപിൽ കവിണ്ണു വീണു, ആമേൻ, ഞങ്ങളുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞു. കണ്ടോ? ദൈവദൂതന്മാർ. ഇവിടെ ഉള്ള കാറ്റഗറി നോക്കണേ. ഒരു കൂട്ടര് ദൈവദൂതന്മാർ, രണ്ടാമത് മൂപ്പന്മാർ, മൂന്നാമത്തത് 4 ജീവികൾ. ശ്രദ്ധിച്ചോണേ, നോട്ട് ചെയ്തോണം. ദൈവദൂതന്മാർ, മൂപ്പന്മാർ, 4 ജീവികൾ. 11-ാമത്തെ വാക്യത്തിലേക്ക് വരട്ടെ. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്നു സിംഹാസനത്തിന് മുമ്പിൽ കവിണ്ണു വീണു. അവിടെ വർഷിപ്പാണ്. ദൈവത്തിന് സ്തുതിയും മഹത്വവും എല്ലാവരും ചേർന്ന് അർപ്പിക്കുന്ന സ്വർഗീയ അനുഭവമാണ് അവിടെ. 11-ഉം 12-ഉം വാക്യങ്ങളിൽ സ്വർഗീയ അനുഭവം. ദൈവദൂതന്മാരും മൂപ്പന്മാരും 4 ജീവികളും ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും ബഹുമാനവും ഒക്കെ കൊടുക്കുന്ന വിഷയം. പക്ഷെ അതിനിടയ്ക്ക് ഒരു വാക്ക് ഞാൻ വിട്ടുപോയി. 10-ാം വാക്യത്തില് രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെ ദാനം എന്ന അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. അവരെന്താ ആർക്കുന്നത്? രക്ഷ, സാൽവേഷൻ. സാൽവേഷൻ, ഭൂമിയിൽ അനുഭവിച്ച രക്ഷയുടെ സന്തോഷം, രക്ഷയുടെ അനുഭൂതിയെ അവർ പറയുകയാണ്. രക്ഷ, ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണല്ലോ. ഒരു ഭാഗം ജനം ശിക്ഷ അനുഭവിക്കുക. അപ്പം രക്ഷയിലേക്ക് വന്ന ദൈവജനം പറയുകയാണ്, രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും, പിതാവിന്റെയും പുത്രന്റെയും ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെ എന്താണ്?
ദാനമാണ്. അതുകൊണ്ട് നമ്മൾ പാട്ടൊക്കെ പാടുന്നത് രക്ഷാദാനമോ. ആമേ, നമുക്കറിയാമല്ലോ, പാടാനുള്ള സമയമില്ല. രക്ഷദാനമാണ്. ഹല്ലേലൂയ. നമ്മുടെ ആരുടെ പുണ്യപ്രവൃത്തി കൊണ്ടോ കുലമഹിമ കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ പണത്തിന്റെയും സ്വർണത്തിന്റെയും ഭൂമിയുടെയും വലിപ്പം കൊണ്ടൊന്നും അല്ല രക്ഷിക്കപ്പെട്ടത്. ഇതെന്താണ്? ദൈവത്തിന്റെ ദാനമാണ്. എല്ലാവരും പറഞ്ഞാട്ടെ, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ നമ്മളിൽ ഉണ്ടാകേണ്ട ഭാവം എന്തായിരിക്കണം? ഇത് ദാനം. ഒരാൾ നമുക്ക് ദാനം തന്നാലേ നമ്മൾ ആദ്യം ഉണ്ടാകുന്നത് എളിമയാണ്, താഴ്മയാണ്. ഇന്ന് പെന്തക്കോസ്തുകാരെല്ലാം ഗമണ്ഡികളാ. ഹിന്ദി പറയും ഗമണ്ഡി പറഞ്ഞാൽ അഹംഭാവമുള്ളവരാ, ഞാനെന്ന ഭാവമുള്ളവരാ. താഴ്മ എവിടാ കാണുന്നത്? രക്ഷ ദൈവത്തിന്റെ ദാനമാണെങ്കിൽ പിന്നെ എപ്പോഴും ഓർത്തോണം, നീ ആർത്തില്ലെങ്കിൽ കല്ലുകൾ ആർക്കും. നീ ഓശന്ന പാടിയില്ലെങ്കിൽ ദൈവം വേറൊരാളെ എഴുന്നേൽപ്പിക്കും. നീ ദൈവത്തിന്റെ സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ ദൈവത്തിന് ഞാനും നീയും നമുക്ക് ദോഷമൊന്നുമില്ല. എനിക്ക് ഇതൊക്കെ പറയുമ്പോൾ വളരെ യോഹന്നാൻ സ്നാപകന്റെ കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. യോഹന്നാൻ സ്നാപകൻ മത്തായി 3 പറയുന്നുണ്ട്, യോഹന്നാൻ സ്നാപകൻ യഹൂദ ജനത വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ അബ്രഹാമിന് വലിയ പിതാവ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പിതാവ്, ഞങ്ങളുടെ ഗോത്രപിതാവ്, ദൈവത്തിന്റെ സ്നേഹിതൻ. അബ്രഹാമിനെ പൊക്കി പിന്നെ മോശയും ഉയർത്തിപ്പിടിച്ച് അവർ നിൽക്കുക. യോഹന്നാൻ സ്നാപകൻ അതേ കുലത്തിൽ ഇസ്രയേലിന്റെ മഹാപുരോഹിതന്റെ മകനായിട്ട് വന്ന് ലേവ്യ ഗോത്രത്തിലുള്ള ഈ സ്നാപക യോഹന്നാൻ എന്താ വിളിച്ചു പറഞ്ഞത്? അബ്രഹാമിന്, നിങ്ങളുടെ പിതാവായ അബ്രഹാമിന് കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് വഴി. ആമേൻ. ഈ വെളിപ്പാടൊക്കെ പ്രാപിക്കണം. ഞാൻ പ്രസംഗിച്ചില്ല, ഞാൻ പഠിപ്പിച്ചില്ലെങ്കിൽ, ഞാൻ കർത്താവിനെ സാക്ഷിച്ചില്ലെങ്കിൽ, ഞാൻ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ, ദൈവം ചുമ്മാ ഇരിക്കുന്നു വിചാരിക്കരുത്. ദൈവം വേറെ കല്ലുകളെ എഴുന്നേൽപ്പിക്കും. ഇന്ത്യ ഉണർവിലേക്ക് വരാൻ പോവുക. ഇന്ത്യ ഉണർവിലേക്ക് വരാൻ പോവുക. അത് കേരളത്തിലും തമിഴ്നാട്ടിലും ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കുക ഈ 2-3 ദിവസമായിട്ട്. ഇനി അത് അനേക വിശുദ്ധന്മാർ കേരളത്തിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ലോകരാജ്യങ്ങളിലേക്കും വടക്കേന്ത്യയിലൊക്കെ വീണ്ടും കർത്താവിന് വേണ്ടി പോകാൻ തയ്യാറാകുന്ന ഒരു കാലഘട്ടം അടുത്ത 5 വർഷം. കർത്താവ് വരാൻ താമസിച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ട് കുഴിച്ചിട്ടോ. ഇതൊക്കെയാണ് പ്രവചനം എന്ന് പറയുന്നത്. ചുമ്മാതെ ഇമ്പരസമാകുന്ന, കണ്ണിന് രസമാകുന്ന, കാതിന് രസമാകുന്ന ദൂത് കേൾക്കാൻ. അയ്യോ, ഇന്നൊരു ദൂതിന്റെ പ്രവചനത്തിന്റെ ദൂതായിരുന്നെങ്കിൽ സിസ്റ്ററെ ഇന്നൊരു 19 ഡിവൈസ് കണ്ടേനെ. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഇതെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്ന ദൂതാണെന്ന് നിങ്ങൾ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ നിങ്ങളൊന്ന് കേൾക്കണം. പകുതി മാനുഷികമാണ്. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. പകുതി പോലും ദൈവികമില്ല. ജനത്തിന് ഇത് മതിയെന്ന്. ഞങ്ങളുടെ ഹിന്ദി ഭാഷ പറയും ചനാപ്പർ ചടാത്തെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഊതി വീർപ്പിച്ച് പൊക്കി നമ്മുടെ വികാരത്തെ ഇളക്കി, ആത്മീക വികാരത്തെ ഇളക്കി ആത്മസംതൃപ്തിയിലും സമൃദ്ധിയിലും കൊണ്ടെത്തിക്കുന്ന ജനം അതിനാ കൂടുന്നത്. സ്വർഗത്തിൽ പോകുന്ന കാര്യം പഠിപ്പിച്ച വെളിപ്പാട് പുസ്തകം പഠിക്കാൻ ആർക്കും അവിടെ സമയം? അല്ലെങ്കിൽ ദാനിയേലിന്റെ പുസ്തകം പഠിക്കാൻ, അല്ലെങ്കിൽ പ്രവാചക പുസ്തകങ്ങള്, വലിയ പ്രവാചകന്മാര്, ചെറിയ പ്രവാചകന്മാര്, എന്താ ഭൂമി സംഭവിക്കാനുള്ളത്, ദൈവം എങ്ങനെ കാലഘട്ടങ്ങളിൽ ഇടപെട്ടത്, ഈ 2026 ദൈവം എങ്ങനെയുള്ള ആൾക്കാരെ ആഗ്രഹിക്കുന്നത്? ദൈവം പറയും, നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രവചിച്ചു, എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, പക്ഷെ ഞാൻ നിങ്ങളെ. ഒരാളുടെ ശുശ്രൂഷ ദൈവത്താലാണെങ്കിൽ ആ വ്യക്തിയുടെ ആ കുടുംബ ജീവിതത്തെ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ചില ഐഡിയാസ് തരാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഒരു വ്യക്തിയുടെ സംഭാഷണം കേൾക്കുമ്പോൾ, പ്രസംഗം കഴിഞ്ഞുള്ള ജീവിത നിലവാരത്തെ അറിയുമ്പോൾ മനസ്സിലാവും. ദൈവമക്കളെ, പൊട്ടന്മാരും പൊട്ടികളും ആകരുത്. വിഡ്ഢികളുടെ ലോകത്ത് സഞ്ചരിക്കരുത്. യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിയുക. ഏറ്റവും വലിയ ദൂത് തിരുവചനമാണ്. ഏറ്റവും വലിയ പ്രവചനം ഏതാ? ആരെങ്കിലും പറഞ്ഞാട്ട്? ബൈബിളാ, തിരുവെഴുത്താണ്. ഈ വചനത്തിലൂടെ നിൽക്കണം, വചനത്തിൽ. ആമേ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ, രക്ഷ ദൈവത്തിന്റെ ദാനം. അതിനകത്ത് ഒരു ഫേവറിറ്റിസോ ഇല്ല,
ഒരു ജാതി, വർണ്ണ, കറുപ്പ്, വെളുപ്പ്, യഹൂദനെന്നോ ഇസ്രായേലിനെന്നോ യവനനെന്നോ ആരൊന്നുമില്ല. വിദ്യാസമ്പന്നനോ വിദ്യാവിഹീനനായാലും ഒരു വ്യത്യാസവും. ഓക്കെ, അപ്പൊ 11ഉം 12ഉം സ്വർഗത്തിലെ ആരാധനയാണ്. ഇനി നമ്മള് 13ഉം 14ലേക്ക് വരാൻ പോവാ. വേഴ്സസ് 13 and 14 വായിച്ചാട്ടെ. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവൻ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. മതി 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 മതി. ഇവരാര്, ഇവരെവിടെ നിന്ന് വന്നു? ആമേൻ. അതാ നമ്മൾ 13, 14 വാക്യങ്ങളിൽ. ഹൂ ഈസ് ദ അൺനമ്പേർഡ് മൾട്ടിറ്റ്യൂഡ്? ക്വസ്റ്റ്യൻ ആണ്. ഹൂ ഈസ് ദ അൺനമ്പേർഡ് മൾട്ടിറ്റ്യൂഡ്? ഇവനല്ല, ഇവർ ആരാണ്? ഇവർ ആരാണ്? മൂപ്പന്മാരിൽ ഒരുത്തനാണ് ചോദിക്കുന്നത്. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആ. അപ്പൊ അതിനകത്ത് ഒരു കാര്യമുണ്ട്. വെള്ള നിലയങ്കി മുമ്പേ ഞാൻ പറഞ്ഞതാ, വിശുദ്ധിയെ കാണിക്കുന്നു. സ്വർഗം ശൂന്യമായി കിടന്നാലും, അങ്ങനെ അല്ലല്ലോ, സ്വർഗം ശൂന്യമല്ലല്ലോ. ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. സ്വർഗം ഭൂമിയിൽ നിന്ന് ആൾക്കാരും ചെല്ലാതെ ശൂന്യമായി കിടന്നാലും ഒരശുദ്ധനും അതിനകത്ത് കിടക്കത്തില്ല. കുറിച്ചിട്ട് വേണം. കുടുംബത്തെ തകർത്ത്, ഞാൻ അങ്ങനെ അത്രയും പറഞ്ഞ് വിടുക. തോന്നിവാസത്തരം കാണിച്ച് ദൈവവേല ചെയ്യുന്ന ഒറ്റ ഒരുത്തിയും, ദൈവവേല ഉടായിപ്പായിട്ട് ചെയ്യുന്ന ഒരുത്തനും അവിടെ എത്തത്തില്ല. ഇവിടെ എന്തെങ്കിലും കാട്ടിക്കൂടെ 80 വർഷം വരെ, 90 വർഷം വരെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മനുഷ്യരെ പറ്റിച്ച് ജീവിച്ചോ. ആമേൻ. പക്ഷെ സ്വർഗത്തിലെത്തണമെങ്കിൽ വെള്ള നിലയങ്കി വേണം. നിന്റെ ജീവിതം വിശുദ്ധമായിരിക്കണം. ദൈവമക്കളെ, നമുക്കിവിടെ ഒരു മനുഷ്യനെയും പ്രസാദിപ്പിക്കേണ്ട. നമ്മെ രക്ഷിച്ച് നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിന് വേണ്ടി ആ ജീവിത വിശുദ്ധി കാക്കാൻ കഴിയുമോ? ഏറ്റവും വലിയ ശുശ്രൂഷ അതാണ്. ഏറ്റവും വലിയ സാക്ഷ്യം. പാപത്തെ ഒഴിഞ്ഞിരിക്കുക, വിശുദ്ധി കാക്കുക. വെള്ള നിലങ്കി ധരിച്ചവരാരാണ്? ഇവരാർ? 2 ചോദ്യം. ഇവരാരാണ്, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. 2 ക്വസ്റ്റ്യൻ. നമ്മൾ ഇവരാരാണെന്നുള്ളത് നോക്കിയിട്ട് എവിടെ നിന്ന് വരുന്നു എന്ന് നോക്കാം. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷാനിർണയം പ്രാപിച്ച് കർത്താവിന്റെ വചനവും സാക്ഷ്യവും നിമിത്തം രക്തസാക്ഷികളായി തീർന്ന വിശുദ്ധന്മാരാണിവർ. അതിന്റെ 14ാമത്തെ വാക്യം, യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് യോഹന്നാൻ പറഞ്ഞ് യജമാനൻ അറിയുമല്ലോ എന്ന് പറഞ്ഞതിന് ഉത്തരമിതാ, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. 14ാമത്തെ വാക്യം. 13ാമത്തെ ചോദ്യത്തിന് ഉത്തരം 14ാമത്തെ വാക്യം. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. പീഡനം സഹിച്ച് മഹോപദ്രവകാലത്ത് മഹാപീഡനം സഹിച്ച് കഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതെന്താ? ജീവിതം. അങ്കി, വസ്ത്രം യേശുവിന്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി, തങ്ങളുടെ ജീവിതം ശുദ്ധീകരിക്കപ്പെട്ട് അലക്കി വെളുപ്പിച്ചിരിക്കുന്ന ഒരു കൂട്ടം ജനം. മനസ്സിലായോ? കുഞ്ഞാടിന്റെ രക്തത്താൽ. ചില പാട്ടുകളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു, പാടാൻ സമയമില്ല. കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ തങ്ങളുടെ അങ്കി. വലിയ പ്രസംഗം പ്രസംഗിച്ചില്ലെങ്കിലും, വലിയ ദൂത് പറഞ്ഞില്ലെങ്കിലും, വലിയ പ്രവചനവും രോഗശാന്തിയും ചെയ്തില്ലെങ്കിലും,
നിന്റെ ജീവിതമാകുന്ന അങ്കി വെളുപ്പിക്കണം. അത് നിന്നെ കൊണ്ടേ കഴിയത്തുള്ളൂ. നിന്റെ ദൈവം നിനക്ക് ആ പൂർണ്ണ ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. എനിക്കേ കഴിയത്തുള്ളൂ. എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയും. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ ദൈവവുമായിട്ട് ഒരു ജീവിത വിശുദ്ധി കാത്തില്ല എങ്കിൽ, ആമേൻ, വളരെ വ്യക്തമായി പറയുന്നു, തങ്ങളുടെ അങ്കി കുഞ്ഞാടിന്റെ രക്തത്തിൽ അലക്കി വെളുപ്പിക്കുവാൻ ഒരവസരം കൂടി ഇന്ന് രാത്രി ദൈവം തരും. നാളെ നമ്മൾ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഇന്ന് രാത്രി കർത്താവ് വരുമോന്ന് അറിയത്തില്ല. ഇന്ന് രാത്രി വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഇതുവരെ എന്തെങ്കിലും കറയോ, സകല പാപങ്ങളും പോക്കി ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം. ഈ പരുവിന്മേൽ മരുന്ന് വെക്കുന്ന, എണ്ണ തേക്കുന്ന ശുശ്രൂഷയല്ല, അകത്തെ സകല വ്രണങ്ങളും അതിൻ്റെതായ രോഗബീജങ്ങളും എടുത്തു കളയണം. എനിക്കറിയില്ല, ഞാൻ വിചാരിക്കാത്ത കാര്യമാണ് ദൈവാത്മാവ് പറയിപ്പിക്കുന്നത്. തല മുതൽ പാദം വരെ അങ്ങ് വ്രണമാണ്. ഞെക്കി വെടിപ്പാക്കിയിട്ടില്ല. അതിന്റെ മുകളിലാണ് വൈദ്യന്മാര് പ്രവാചകന്മാരെ വെച്ച് പൊത്ത വെച്ച് വെക്കുക. ഞാൻ അത് കാണുന്നു, ഇത് കാണുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം തരുന്ന ദൂതാണ്, നമുക്ക് ഏറ്റെടുക്കാം. എല്ലാത്തിനും ആമീൻ പറയാൻ നിൽക്കരുത്. ആമേൻ. ജീവിതവുമായി ബന്ധപ്പെട്ട് ശുദ്ധീകരണം എല്ലായിടത്തും ദൈവമക്കൾക്ക് വാ തുറന്ന് അലമുറയിടാൻ വ്യവസ്ഥയില്ല. പിന്നെ ആരാധന വിഷയമല്ല പറയുന്നത്. ചിലയിടത്ത് മിണ്ടാതിരിക്കണം, ചിലയിടത്ത് ഒഴിഞ്ഞിരിക്കണം, വേർപാട് പാലിക്കണം, ജീവിത വിശുദ്ധിയെ കാക്കണം. അത് കുടുംബത്തിൽ വെളിപ്പെടണം. ഭാര്യ ഭർത്തൃ ബന്ധത്തിലുണ്ടായിരിക്കണം. അപ്പനും അമ്മയും മക്കളുമുള്ള ബന്ധത്തിലുണ്ടായിരിക്കണം. അതിന്റെ ലോക്കൽ സഭയിൽ വെളിപ്പെടണം. നിന്റെ വിശ്വാസികൾക്ക് അറിയണം നീ ആരാണെന്ന്. നിന്റെ പാസ്റ്ററിന് മനസ്സിലാകണം നീ ആരാണെന്ന്. അവർക്കാർക്കും മനസ്സിലായില്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സിലാകണം. തങ്ങളുടെ ജീവിതം വിശുദ്ധമായിരിക്കണമെന്ന്. ആമേൻ. അപ്പൊ അവരാരാണ് എന്ന് റെഡീംഡ് പീപ്പിൾ. നിങ്ങൾക്ക് എഴുതാൻ പറ്റും, വീണ്ടെടുക്കപ്പെട്ടവർ. നോട്ട് ചെയ്തോട്ടെ, അവരാരാ? വീണ്ടെടുക്കപ്പെട്ടവർ, ജീവിത വിശുദ്ധി കാത്തവർ, കർത്താവിന്റെ നാമനിമിത്തം മരണം വന്നാലും പീഡനം വന്നാലും യേശുവിനെ തള്ളിപ്പറയാത്ത ഒരു കൂട്ടം വിഭാഗം. മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. അപ്പൊ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ എന്ന് പറയുമ്പോൾ 3 വിധ പീഡകൾ ബൈബിളിൽ പറയുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്തോട്ടെ, സമയമുണ്ടല്ലോ. ഓക്കെ, 3 വിധ പീഡകളെ കുറിച്ച് വിശുദ്ധ ബൈബിൾ നമുക്ക് കാണാൻ കഴിയുന്നു. അതെന്തൊക്കെയാണെന്ന് ഇതിന്റെ കൂടെ നമ്മൾ നോക്കാം. ഇപ്പൊ പറയുന്ന ഭാഗങ്ങൾ മഹാപീഡന കാലത്ത് ഉള്ള കഷ്ടയിൽ നിന്ന് കയറി വന്നവർ. അത് നിങ്ങൾ നോട്ട് ചെയ്യണം. ഇതൊരു ജനറൽ പൊതുവായിട്ടുള്ള കാര്യം. ഞാൻ 3 കാര്യം പറയാൻ പോവാം. 3 വിധ പീഡകളെ കുറിച്ച്. പീഡനം എന്ന് പറഞ്ഞാൽ സുവിശേഷ നിമിത്തമുള്ള കഷ്ടത, ഉപദ്രവം. അതിലൊന്ന് ക്രിസ്തു വിശ്വാസികൾക്കുണ്ടാകുന്ന പീഡനം. നോട്ട് ചെയ്യുക. റെഫറൻസ് പറയാൻ നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. 3 വിധ പീഡകൾ ബൈബിൾ പറയുന്നുണ്ട്. ഒന്ന്, ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്ന നിമിത്തം ഉണ്ടാകുന്ന പീഡകൾ. യോഹന്നാൻ 16:33 വിശ്വാസികളുടെയാണേ. യോഹന്നാൻ 16:33, അപ്പോസ്തല പ്രവൃത്തി 14:22, റോമർ 5:3, 2 തിമോത്തി 2 തിമോത്തിയോസ് 2:11-12, 2 തിമോത്തി ചാപ്റ്റർ 2 11 and 12, 2 തിമോത്തിയോസ് 2:11-12, 1 പീറ്റർ 4:12, 1 പത്രോസ് 4:12, 1 പീറ്റർ 4:12, വെളിപ്പാട് 1:9, റെവലേഷൻ 1:9. ഈ ഭാഗത്തെല്ലാം പറയുന്ന വിശ്വാസികൾക്കുണ്ടാകുന്ന കഷ്ടതാപീഡനം. ഒറ്റ വാക്യം, 1-2 വാക്യം വായിക്കാം. ആദ്യത്തെ 2 യോഹന്നാൻ 16:33. നമുക്കറിയാവുന്ന കാര്യം, അതോടൊന്ന് വായിച്ച് ബലപ്പെടാം.
നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവമക്കൾക്ക് കഷ്ടമുണ്ട്. കർത്താവ് പറഞ്ഞതാ, ഇത് വേറെ ആരും പറഞ്ഞതല്ല. വിശ്വാസികളോട്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ശിഷ്യന്മാരോടും വിശ്വാസികളോടും പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? പറഞ്ഞാട്ടെ, ഈ പ്രോസ്പെരിറ്റി കഷ്ടമുണ്ട്. പക്ഷെ അവിടെ തീർന്നില്ല. എന്നാൽ അധൈര്യപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ലോകത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. അതുകൊണ്ട് ഈ കഷ്ടതയെ അതിജീവിക്കാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 14:22. വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. മതി. പൗലോസും കൂട്ടുപ്രവർത്തകരും പല പ്രദേശങ്ങളിലും സഭകളിലും ചെന്നിട്ട് ശിഷ്യന്മാരുടെ മനസ്സ് എങ്ങനെ ഉറപ്പിച്ചത്? കുറെ പ്രവചനം പറഞ്ഞിട്ടാണെന്നാണോ എഴുതിയിരിക്കുന്നത്? എങ്ങനെ മനസ്സോടെ വായിച്ചത് സിസ്റ്ററെ? വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും ഒന്ന് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ചു. അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കണം. യെസ്, ദൈവരാജ്യ നിമിത്തം, കർത്താവിനെ സേവിക്കുന്ന നിമിത്തം അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ട്. ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ അതിന്റെ പുറകെ മാത്രം ഓടരുത്. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. ഇതൊക്കെ ക്രിസ്തീയ ജീവിതത്തിന്റെ വലിയ എസൻസ് ആണ്. അതിന്റെ രത്ന ചുരുക്കമാ. നന്മയും കരുണയും നിന്റെ പുറകെ വരണം, നീ അതിന്റെ പുറകെ പോകരുത്. ആമേ. ഓക്കെ, രണ്ടാമത്തെ വിഭാഗം, രണ്ടാമത്തുണ്ടാകുന്ന ക്രൈസ്തവ സഭയുടെ ക്രൈസ്തവ യുഗ സമാപനത്തെ തുടർന്നുണ്ടാകുന്നത്. അതാ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ യുഗ സമാപനത്തെ തുടർന്നുണ്ടാകുന്ന പീഡകൾ എന്ന് പറഞ്ഞാൽ ഉൾപ്രാവണത്തിന് ശേഷം, സഭയുടെ ഉൾപ്രാവണത്തിന് ശേഷം ഉണ്ടാകുന്ന പീഡനങ്ങൾ. ആ പീഡനത്തെ കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ റെഫറൻസ് പറയണം, ഞാൻ കാര്യം പറയാം. ലോകാരംഭം മുതൽ ഇന്നു വരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള മഹാപീഡകൾ അന്നുണ്ടാകും. ലോകാരംഭം മുതൽ, നോഹയുടെ കാലത്തെ പോലൊന്നും അല്ല, ലോകാരംഭം മുതൽ ഇതുവരെ ഉണ്ടാകാത്ത മഹാപീഡകൾ അന്നുണ്ടാകും. കർത്താവ് പറഞ്ഞത് ഏത് പുസ്തകത്തിലാ? ഓക്കെ, സമയം പോകുന്നതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞേക്കാം. മത്തായി 24:21 എടുത്താട്ടെ. മത്തായി, യേശു ആ പർവ്വത പ്രസംഗത്തിൽ അന്ത്യകാലത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം വായിച്ചാട്ടെ. മത്തായി 24:21. ലോകാരംഭം മുതൽ ഇന്നു വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. എന്നുണ്ടാകും ആ താങ്ക് യു സിസ്റ്ററെ, വളരെ വ്യക്തമായി വായിച്ചു. മനസ്സിലാക്കണം, മഹാപീഡന കാലത്ത് ഇതുവരെ ഉണ്ടാകാത്ത പീഡകൾ, പെർസിക്യൂഷൻ, ക്രിസ്തുവിന്റെ നാമനിമിത്തം. അതിനോട് ചേർന്ന് ചില വാക്യങ്ങളോടുണ്ട്. 2 തെസ്സലോനിക്കർ 2:3, വെളിപ്പാട് 1:7 മുതൽ 10 വരെ, വെളിപ്പാട് 7:14, ഇപ്പോൾ വായിച്ച അധ്യായം, ഇപ്പോൾ പഠിക്കുന്ന അധ്യായം, വെളിപ്പാട് 7:14, ഇപ്പോൾ നമ്മൾ വായിച്ചത് ആ വാക്യം. മറ്റൊന്ന് വെളിപ്പാട് 13:7, മറ്റൊന്ന് വെളിപ്പാട് 16:6. ആ 2 വാക്യങ്ങളൊന്ന് വായിക്കാം. വെളിപ്പാട് 13:7, 16:6. ദൈവദൂഷണത്തിനായി വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു.
സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. ഓക്കെ, ഇനി അതിന്റെ മറ്റൊരു വാക്യം 16:6. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചത് കൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു. അതിന് അവർ യോഗ്യർ തന്നെ. ആമേൻ. മഹാപീഡന കാലത്തുള്ള കഷ്ടതയെ കുറിച്ചുള്ള വിവരണങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ, ഭാവിയിൽ അവിശ്വാസികളുടെ മേൽ വരുന്ന മഹാപീഡ. മൂന്നാമത്തെ പീഡ, ഭാവിയിൽ ഇൻ ഫ്യൂച്ചറിൽ അവിശ്വാസികളുടെ മേൽ വരുന്ന മഹാപീഡ. ഇത് ദൈവത്തിന്റെ മഹാകോപ ദിവസത്തെ കുറിക്കുന്നു. ദൈവത്തിന്റെ മഹാകോപ ദിവസം, ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷ. വെളിപ്പാട് 3:10, വെളിപ്പാട് 8:2, 16:1, മത്തായി 24:29, മത്തായി 24:29, വെളിപ്പാട് 6:12, വെളിപ്പാട് 19:11. ഇത് മൂന്നാമത്തെ വിഭാഗം, അവിശ്വാസികളുടെ മേൽ വരുന്ന മഹാപീഡ. ദൈവത്തെ വിശ്വസിക്കാതെ, ഈ അന്തിമകാലത്ത് കർത്താവിൽ വിശ്വസിക്കാതെ, ഇപ്പോഴല്ല, വരാൻ പോകുന്ന കാര്യമാണ്, അവിശ്വാസികളുടെ മേൽ വരാനുള്ള മഹാക്രോധം, ദൈവത്തിന്റെ കോപം, മഹാപീഡ. അതിന്റെ റെഫറൻസ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവർ എവിടെ നിന്ന് വന്നു എന്ന് നാം വായിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകത്തില് ഒന്ന് പഴയ നിയമത്തിൽ 1-2 വാക്യങ്ങൾ എഴുതാം. ദാനിയേൽ 7:15-16. സക്കറിയ 1:9, 4:1-6 വരെ. സക്കറിയാവ് 4:1-6 വരെ. വെളിപ്പാട് 6:17. മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരുടെയുള്ള റെഫറൻസ് ആണ്, അത് വായിച്ചോണേ. ആമേൻ. ഓക്കെ, നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ നമ്മൾ 14 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുകയായിരുന്നു. 15 മുതൽ 17 വരെ ഇനി നമുക്ക് വായിക്കാം. 15 മുതൽ 17, അവസാന ഭാഗം. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിലിരുന്ന് അവന്റെ ആലയത്തിൽ രാപകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കയില്ല, ദാഹിക്കുകയുമില്ല. വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഓക്കെ, ഇത് നമ്മള് 15 മുതൽ 17-ാം അധ്യായം 15 മുതൽ 17 വരെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഈ റെഡീംഡ് സെയിൻസിന്റെ, വീണ്ടെടുക്കപ്പെട്ട കർത്താവിന്റെ നാമത്താൽ ചേർക്കപ്പെട്ടവരുടെ വിക്ടറി ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള ജയം. നിങ്ങൾ എഴുതിക്കോ, വിക്ടറി ഇൻ ക്രൈസ്റ്റ്, കർത്താവിലുള്ള ജയം. അവർക്ക് എങ്ങനെയുള്ള അനുഭവമാണ് ഉണ്ടാകുന്നത്? വിക്ടറി ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലൂടെയുള്ള ജയം. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. കേട്ടോ, അവരുടെ പദവി നോക്കണേ. അടുത്തത്, സിംഹാസനം ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും, അവർക്ക് ഷെൽട്ടർ ആയിരിക്കും. അവർ ദൈവത്തെ ആരാധിക്കുന്നു, സിംഹാസനം ഇരിക്കുന്നവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കയില്ല, ദാഹിക്കില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിക്കുന്നത്? ഇനി അവർക്ക് വിശക്കത്തില്ലെന്ന്. ഈ ലോകത്തിൽ അവർ ജീവിച്ചപ്പോൾ വളരെ വിശന്നു, വളരെ പട്ടിണി കിടന്നു. കർത്താവിന്റെ നാമനിമിത്തം ഒത്തിരി ഭക്ഷണമില്ലാത്ത അനുഭവങ്ങൾ അവർക്കുണ്ടായി. അതുകൊണ്ട് കർത്താവ് പറയും, ഇനി അവർക്ക് വിശക്കത്തില്ല. ദാഹജലം പോലും പലരും കൊടുത്തു കാണത്തില്ല ആ സമയത്ത്, യേശുവിന്റെ നാമനിമിത്തം. ഇനി അവർ ദാഹിക്കുക എന്ന് പറഞ്ഞാൽ, ഈ 15 മുതൽ 17 വാക്യത്തിന് നമ്മളൊരു മലയാളത്തിൽ ഒരു ചെറിയ പേര് കൊടുക്കുന്നു, ആശ്വാസവും സംരക്ഷണവും. ക്രിസ്തുവിലൂടെ ആശ്വാസവും സംരക്ഷണവും. അതാണ് 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത്.
ആശ്വാസം, കർത്താവിൽ ആശ്വാസം, കർത്താവിലുള്ള സംരക്ഷണം. അവൻ അവരുടെ കൂടാരമായിരിക്കും എന്ന് പറയുന്നല്ലോ. അതുകൊണ്ട് ദൈവം അവരോടൊപ്പം വസിക്കുന്ന അനുഭവം, അതാണ് ആശ്വാസം. ഈ പദപ്രയോഗം ശ്രദ്ധിച്ചോണം. ദൈവം ഈ മഹാകഷ്ടത്തിൽ നിന്ന് കയറി വന്ന ജനത്തോടൊപ്പം, വിശുദ്ധന്മാരോടൊപ്പം വസിക്കുന്നു. അവർക്കിനി വിശക്കുകയില്ല, ദാഹിക്കുകയില്ല. സൂര്യനോ തീഷ്ണമായ ചൂടോ അവരെ ബാധിക്കുകയില്ല. തന്നെയുമല്ല, കുഞ്ഞാട്, ദൈവത്തിന്റെ കുഞ്ഞാട്, സിംഹാസന മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച്, ഒരു സ്വർഗീയ അനുഭൂതിയ, ജീവജലത്തിന്റെ ഉറവകളിലേക്ക് നടത്തും. ദൈവം അവരുടെ കണ്ണുനീർ എല്ലാം തുടച്ചതാണ് ആശ്വാസം എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഓഫ് കംഫോർട്ട്, ആശ്വാസപ്രദൻ. കണ്ണുനീർ തുടയ്ക്കും, അവരുടെ വേദന അകറ്റും, ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് അവരെ നടത്തും. ചുരുക്കത്തിൽ ഇനി 9 മുതൽ 17 കൺക്ലൂഷൻ പറയാൻ പോവുക. കഷ്ടപ്പാടുകൾക്ക് ശേഷമുള്ള വിജയത്തെയും വിശ്വാസികൾക്ക് ലഭിക്കുന്ന ശാശ്വത സമാധാനത്തെയും, 3 കാര്യമാണ്. ദൈവസന്നിധിയിലുള്ള നിത്യമായ ആരാധനയെയും ഇവിടെ സൂചിപ്പിക്കുന്നു. നീ എഴുതിക്കോ. ഈ 9 മുതൽ 17 ഭാഗത്ത് കഷ്ടപ്പാടുകൾക്ക്, ഭൂമിയിലുള്ള കഷ്ടപ്പാടുകൾക്ക് ശേഷമുള്ള, കഷ്ടപ്പാടെന്നുള്ള പീഡകൾ, ഭൂമിയിലുള്ള കഷ്ടപ്പാടുകൾക്ക് ശേഷമുള്ള വിജയം, വിക്ടറി. നമ്പർ 2, വിശ്വാസികളിൽ ലഭിക്കുന്ന ശാശ്വതമായ സമാധാനം. വിശ്വാസികളിൽ ലഭിക്കുന്ന ശാശ്വതമായ സമാധാനത്തെയും, 3, നിത്യമായ ആരാധനയെയും ഇവിടെ സൂചിപ്പിക്കുന്നു. നിത്യമായ ആരാധന. ഒന്നുകൂടെ പറയാം. ഭൂമിയിലെ കഷ്ടപ്പാടുകൾക്ക് ശേഷമുള്ള വിജയം, ദ ട്രയംഫ് ഓഫ് ദ സെയിൻസ്. ആരംഭത്തിലെ പറഞ്ഞത്, വിശുദ്ധന്മാർക്കുള്ള വിജയം, കഷ്ടപ്പാടുകൾക്ക് ശേഷമുള്ള വിജയം, വിശ്വാസികൾ ലഭിക്കുന്ന ശാശ്വതമായ എറ്റേണൽ പീസ്, ശാശ്വതമായ സമാധാനം, 3, ദൈവസന്നിധിയിലുള്ള നിത്യമായ ആരാധന. ഇതാണ് 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ചുരുക്കം. ഒന്നുകൂടെ പറയട്ടെ. സ്വർഗീയ ആരാധനയെയും രക്ഷിക്കപ്പെട്ടവരുടെ ആശ്വാസത്തിന്റെയും മനോഹരമായ ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. ഇത് കൺക്ലൂഷനാണ്. സ്വർഗീയ ആരാധനയുടെയും, നോട്ട് ചെയ്യുക, സ്വർഗീയ ആരാധനയുടെയും രക്ഷിക്കപ്പെട്ടവരുടെ ആശ്വാസത്തിന്റെയും മനോഹരമായൊരു ദൃശ്യം. ഇവിടെ പ്രകടമാക്കുന്നു. 7-ാം അധ്യായം 9 മുതൽ 17 വരെ. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ 8-ാം അധ്യായത്തിലേക്ക് കടക്കും. 7-ാം അധ്യായം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 1 മുതൽ 8 വരെ, 9 മുതൽ 17 വരെ. യഹൂദന്മാരുടെ ഇടയിൽ നിന്നുള്ള രക്ഷിക്കപ്പെട്ട കൂട്ടം, സർവ്വലോകത്തിൽ നിന്നും സകല ജാതി രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, അവർക്ക് കിട്ടുന്ന സ്വർഗീയ അനുഭവം, ദൈവത്തോടു കൂടെയുള്ള അവരുടെ വാസം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. അടുത്ത ക്ലാസ്സിൽ 8-ാം അധ്യായം.